ഏവർക്കും CSEB റാങ്ക് ഹോൾഡറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോർപ്പറേഷനിലെ പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങളുടെ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ഇപ്പോഴും പരീക്ഷ എന്ന് നടക്കും എന്ന ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ പഠനത്തിൽ ഒട്ടും തന്നെ കുറവുണ്ടാവരുത്. ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്നാവും പരീക്ഷ നടത്താൻ സാധ്യതയുണ്ടാവുക. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, when a bank certifies that a certain check is valid by writing approved, the check is said to be ഉത്തരം marked. When a bank certifies that a certain check is valid by writing approved, the check is said to be marked. ഒരു ചെക്ക് സാധുതയുള്ളതാണെന്ന് ബാങ്ക് രേഖാമൂലം സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത്തരം ചെക്കിനെ മാർക്ക്ഡ് ചെക്ക് എന്ന് പറയുന്നു. രണ്ടാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ദി ഓവർഡ്യൂ കളക്ഷൻ പ്രോഗ്രാം ഓഫ് 2015. ഓവർഡ്യൂ കളക്ഷൻ പ്രോഗ്രാം ഓഫ് 2015. ഉത്തരം ആശ്വാസ് 2015. ആശ്വാസ് 2015 is the overdue collection program of 2015. മൂന്നാമത്തെ ചോദ്യം, ഫൈനൽ അക്കൗണ്ട്സ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് പ്രിപ്പയർഡ് മെയിൻലി ബേസ്ഡ് ഓൺ. ഉത്തരം R&D, റെസിപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ്. ഫൈനൽ അക്കൗണ്ട്സ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് പ്രിപ്പയർഡ് മെയിൻലി ബേസ്ഡ് ഓൺ R&D. നാലാമത്തെ ചോദ്യം, ഫിഷ് കോഫെഡ് ഈസ്. ഉത്തരം നാഷണൽ ലെവൽ ഫിഷറീസ് ഫെഡറേഷൻ. ഫിഷ് കോഫെഡ് ഈസ് നാഷണൽ ലെവൽ ഫിഷറീസ് ഫെഡറേഷൻ. അഞ്ചാമത്തെ ചോദ്യം, ദി അസറ്റ് വിച്ച് ഈസ് നോട്ട് സബ്ജക്ട് ടു ഡിപ്രീസിയേഷൻ. ഉത്തരം ലാൻഡ്. ദി അസറ്റ് വിച്ച് ഈസ് നോട്ട് സബ്ജക്ട് ടു ഡിപ്രീസിയേഷൻ ഈസ് ലാൻഡ്. മൂല്യത്തകർച്ചയ്ക്ക് വിധേയമല്ലാത്ത ഒരു അസറ്റാണ് ലാൻഡ് എന്നത്. ഇനി ആറാമത്തെ ചോദ്യം, അസറ്റ് വിച്ച് ഹാസ് നോ മെറ്റീരിയൽ ഫോം ഓർ റീസെയിൽ വാല്യൂ. ഉത്തരം ഫിക്റ്റീഷ്യസ് അസറ്റ്. അസറ്റ് വിച്ച് ഹാസ് നോ മെറ്റീരിയൽ ഫോം ഓർ റീസെയിൽ വാല്യൂ. ഉത്തരം ഫിക്റ്റീഷ്യസ് അസറ്റ്. അതായത് മെറ്റീരിയലിൻ്റെ രൂപമോ പുനർവിൽപ്പന മൂല്യമോ ഇല്ലാത്ത അസറ്റുകളാണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്നത്. അടുത്തതായി ഏഴാമത്തെ ചോദ്യം, CHF ഇൻ കാനഡ ഈസ് റിലേറ്റഡ് ടു. ഉത്തരം ഹൗസിംഗ്. CHF ഇൻ കാനഡ ഈസ് റിലേറ്റഡ് ടു ഹൗസിംഗ്. എട്ടാമത്തെ ചോദ്യം, ഫസ്റ്റ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് കണ്ടക്ടിങ് ഫോറിൻ എക്സ്ചേഞ്ച് ഡീൽ. ഉത്തരം ബോംബെ മെർക്കൻറ്റൈൽ കോപ്പറേറ്റീവ് ബാങ്ക്. ഫസ്റ്റ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് കണ്ടക്ടിങ് ഫോറിൻ എക്സ്ചേഞ്ച് ഡീൽ ബോംബെ മെർക്കൻറ്റൈൽ കോപ്പറേറ്റീവ് ബാങ്കാണ് ഉത്തരം. ഒമ്പതാമത്തെ ചോദ്യം, ഏജ് ലിമിറ്റ് ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് സ്റ്റാഫ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് മെൻഷൻഡ് ഇൻ ഡാഷ് റൂൾ. ഏജ് ലിമിറ്റ് ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് സ്റ്റാഫ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് മെൻഷൻഡ്. ഉത്തരം റൂൾ 183. ഏജ് ലിമിറ്റ് ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് സ്റ്റാഫ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് മെൻഷൻഡ് ഇൻ റൂൾ 183. അടുത്തതായി പത്താമത്തെ ചോദ്യം, ഫോളിയോ മീൻസ്. ഉത്തരം പേജ് നമ്പർ. ഫോളിയോ മീൻസ് പേജ് നമ്പറാണ് ഉത്തരം. 11ാമത്തെ ചോദ്യം, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ബിഗിൻസ് വിത്ത്. ഉത്തരം ഡെബിറ്റ് ബാലൻസ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്സ് ബിഗിൻസ് വിത്ത് ഡെബിറ്റ് ബാലൻസ്. 12ാമത്തെ ചോദ്യം, 14 ബാങ്ക്സ് നാഷണലൈസ്ഡ് ഇൻ ദി ഇയർ. ഉത്തരം 1969. 14 ബാങ്ക്സ് നാഷണലൈസ്ഡ് ഇൻ ദി ഇയർ 1969. 13ാമത്തെ ചോദ്യം, ദി പ്രസിഡന്റ് ഓഫ് NCUI ഷോൾ ബി ദി ഡാഷ് ഓഫ് NCCT. ഉത്തരം ചെയർമാൻ. ദി പ്രസിഡന്റ് ഓഫ് NCUI ഷോൾ ബി ദി chairman of
NCCT. 14ാമത്തെ ചോദ്യം 90% of the share capital of PCARDB is financed by ഉത്തരം NABARD. 90% of share capital of PCARDB is financed by NABARD ആണ് ഉത്തരം. 15ാമത്തെ ക്വസ്റ്റ്യൻ വ്യൂവേഴ്സ് സൊസൈറ്റി ഈസ് an example of ഉത്തരം പ്രൊഡ്യൂസർ സൊസൈറ്റി. വ്യൂവേഴ്സ് സൊസൈറ്റി ഈസ് an example of പ്രൊഡ്യൂസർ സൊസൈറ്റി. 16ാമത്തെ ചോദ്യം എ പേപ്പർ പേസ്റ്റഡ് വിത്ത് എ ചെക്ക് ഫോർ എൻഡോഴ്സ്മെൻറ്റ് ഉത്തരം അലോഞ്ച്. എ പേപ്പർ പേസ്റ്റഡ് വിത്ത് എ ചെക്ക് ഫോർ എൻഡോഴ്സ്മെൻറ്റ് ഈസ് അലോഞ്ച്. 17ാമത്തെ ചോദ്യം ഡേയ്സ് ഓഫ് ഗ്രേസ് ഈസ് ജനറലി അലൗഡ് ഇൻ ദി കേസ് ഓഫ് ഉത്തരം ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഡേയ്സ് ഓഫ് ഗ്രേസ് ഈസ് ജനറലി അലൗഡ് ഇൻ ദി കേസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അടുത്തതായി 18 പൈനിയർ പ്രൊവിൻസ് ഇൻ ഇന്ത്യ ഇൻ ദി ഫീൽഡ് ഓഫ് കോപ്പറേറ്റീവ് ലോ ഉത്തരം മദ്രാസ്. പൈനിയർ പ്രൊവിൻസ് ഇൻ ഇന്ത്യ ഇൻ ദി ഫീൽഡ് ഓഫ് കോപ്പറേറ്റീവ് ലോ ഈസ് മദ്രാസ്. 19ാമത്തെ ചോദ്യം കേപ്പ് ഈസ് രജിസ്റ്റേർഡ് അണ്ടർ ഡാഷ് ആക്ട് ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് ഇയർ 1955. കേപ്പ് ഈസ് രജിസ്റ്റേർഡ് അണ്ടർ ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് 1955. ഇനി അവസാനത്തെ ചോദ്യം ഒക്ട്രോയ് കംസ് അണ്ടർ ഡാഷ് അക്കൗണ്ട് ഉത്തരം നോമിനൽ അക്കൗണ്ട്. ഒക്ട്രോയ് കംസ് അണ്ടർ നോമിനൽ അക്കൗണ്ട്. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർത്തിയാവുകയാണ്. കൂടുതൽ ക്ലാസ്സുകൾക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, കോർപ്പറേഷൻ, ഓഡിറ്റിംഗ്, ബാങ്കിങ് തുടങ്ങിയ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ക്ലാസ്സുകൾക്കും ഇംഗ്ലീഷ്, മാത്സ്, GK തുടങ്ങിയ കോർപ്പറേഷന് വരാൻ സാധ്യതയുള്ള മറ്റു ഭാഗങ്ങളിൽ നിന്നുമുള്ള ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചാനൽ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഏവർക്കും നന്ദി.